Dear students, welcome to another video lesson of business management. Today we are going to discuss about leadership, its meaning, definition, nature and importance, and leadership traits. Leadership, it is the process of influencing the behavior of others to act toward achieving a common goal. പൊതുവായ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മറ്റുള്ളവരെ പ്രവർത്തന സജ്ജമാക്കുന്ന രീതിയിൽ അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണൽ, ലീഡർഷിപ്പ് ഈസ് ദി എബിലിറ്റി ടു എക്സേർട്ട് ഇൻ്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് ബൈ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടുവേർഡ്സ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് എ ഗോൾ. സോ കൂൺസിൻ്റെ ഓഡോണലിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിക്കേഷനിലൂടെ മറ്റൊരാളിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ആ കഴിവിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടാകും, അതുപോലെ തന്നെ ഒരാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അയാളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ആ ലീഡർക്ക് കഴിയണം. നെക്സ്റ്റ്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീഡർഷിപ്പ്. ഫസ്റ്റ് വൺ, ലീഡർഷിപ്പ് ഈസ് എ പേഴ്സണൽ ക്വാളിറ്റി. ലീഡർഷിപ്പ് മീൻസ് എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു പേഴ്സണൽ ക്വാളിറ്റിയാണെന്ന് പറയാം. സെക്കൻഡ് വൺ, ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസ്. എ ലീഡർ മസ്റ്റ് ബി ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദി ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ് ഓഫ് ഹിസ് സബോർഡിനേറ്റ്സ്. സോ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ലീഡർ അവരുടെ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ ഫോളോവേഴ്സിൻ്റെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ബിലീഫും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ ഏറ്റവും നല്ലതിലേക്ക് ഗൈഡ് ചെയ്യണം. തേർഡ് വൺ, ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഫോർ ദി റിയലൈസേഷൻ ഓഫ് കോമൺ ഗോൾസ്. സോ ഇൻ ലീഡർഷിപ്പ് there should be a common goal both for the leader and the followers. ലീഡറിനും ഫോളോവേഴ്സിനും കോമൺ ഗോൾ ആയിരിക്കും ഉണ്ടാവേണ്ടത്, അതുപോലെ തന്നെ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കണം അവർ നോക്കേണ്ടത്. ഫോർത്ത് വൺ ഈസ് ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ലീഡർ ആൻഡ് ദി ഫോളോവർ. എ ലീഡർ ഡസ് നോട്ട് ഓൺലി ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ ബട്ട് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദം. ലീഡർ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക മാത്രമല്ല, ഫോളോവേഴ്സിൻ്റെ ചില കാര്യങ്ങൾ ലീഡറെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ബന്ധമാണ്. ലാസ്റ്റ് വൺ, ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഡു ചേഞ്ച് അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ്. Leadership is influenced by situational factors. So the leader has to change their leadership styles due to the situational factors. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് മാറുന്നതനുസരിച്ചിട്ട് ലീഡർഷിപ്പ് സ്റ്റൈൽസും ലീഡേഴ്സും മാറ്റിയെന്ന് വരാം. എല്ലാ സിറ്റുവേഷനിലും ഒരേ ലീഡർഷിപ്പ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് സർക്കംസ്റ്റാൻസസ് ഒക്കെ മാറുന്നതനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ലീഡർഷിപ്പ് ട്രൈറ്റ്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ. ലീഡർഷിപ്പ് ഒരു പേഴ്സണൽ ക്വാളിറ്റിയാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ആ ക്വാളിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം വേറെ ക്വാളിറ്റീസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു ട്രൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വി ക്ലാസിഫൈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓർ ട്രൈറ്റ്സ് ഇൻ ടു ടു. ഫസ്റ്റ് വൺ പേഴ്സണൽ ട്രൈറ്റ്സ്, സെക്കൻഡ് വൺ മാനേജീരിയൽ ട്രൈറ്റ്സ്. പേഴ്സണൽ ട്രൈറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റലിജൻസ്. എ സക്സസ്ഫുൾ ലീഡർ ഷുഡ് ഹാവ് ആൻ ആവറേജ് നോളജ് ആൻഡ് ഇൻ്റലിജൻസ്. ഇപ്പോൾ ലീഡർക്ക് നല്ല നോളജും ഇൻ്റലിജൻസും ഒന്നും ആവശ്യമല്ല, ഒരു ശരാശരി നോളജും ഇൻ്റലിജൻസും എന്തായാലും നല്ലൊരു ലീഡർക്ക് ആവശ്യമാണ്. സെക്കൻഡ് വൺ ഈസ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. എ ലീഡർ ഷുഡ് ഹാവ് എ മെൻ്റൽ എബിലിറ്റി ടു തിങ്ക് പ്രിസൈസ്ലി, അനലൈസ് ആൻഡ് ഇൻ്റർപ്രിറ്റ് ആക്യുറേറ്റ്ലി, ക്ലിയർലി ആൻഡ് കോൺഷ്യസ്ലി അബൌട്ട് ദി പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് നല്ല വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രിറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു മെൻ്റൽ എബിലിറ്റി ഒരു ലീഡറിന് എന്തായാലും ഉണ്ടാവണം. തേർഡ് വൺ ഈസ് സെൽഫ് കോൺഫിഡൻസ്. ഹീ ഷുഡ് ഹാവ് കോൺഫിഡൻസ് ഇൻ ഹിംസെൽഫ് ആൻഡ് എ സ്ട്രോങ് വിൽ പവർ. നമ്മളെ കൊണ്ട് കഴിയുമെന്ന് നല്ലൊരു കോൺഫിഡൻസ് ഒരു ലീഡറിന് എന്തായാലും ഉണ്ടായിരിക്കണം, എങ്കിലാണ് മറ്റുള്ളവരെ കൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോർത്ത് വൺ ഈസ് ഫോർസൈറ്റ് ആൻഡ് വിഷൻ. A successful leader should have imagination, visualization about the trends and capability to look forward. സോ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്കാണ് നോക്കേണ്ടത്, പാസ്റ്റ് ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നറിയാനുള്ളൊരു ഇമാജിനേഷനും അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പബിലിറ്റിയും ഒക്കെ ഒരു ലീഡർക്ക് എന്തായാലും ഉണ്ടാവണം. ഫിഫ്ത്ത് വൺ ഈസ് ഇനിഷ്യേറ്റീവ്. എ സക്സസ്ഫുൾ ലീഡർ മേക്ക് എ ഡിഫറൻസ് വിത്ത് ദയർ ഇനിഷ്യേറ്റീവ് ടു ബിഗിൻ while others are waiting for a better time.
സോ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈം നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ബട്ട് ലീഡർ ഷുഡ് ബി ടേക്ക് ഇനീഷ്യേറ്റീവ്. സിക്സ്ത് വൺ ഈസ് സൗണ്ട് ഫിസിക്. സൗണ്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഈസ് എസെൻഷ്യൽ ടു ബിയർ ദി ബേർഡൻ ഓഫ് ലീഡർഷിപ്പ്. ഒരു ലീഡർക്ക് ഹൈ ലെവൽ ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എനർജി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവർക്ക് ഫോളോവേഴ്സിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സെവൻത്ത് വൺ ഈസ് ഡൈനാമിക് പേഴ്സണാലിറ്റി. എ ലീഡർ ഷുഡ് possess charming and cheerful personality. He should have a conversational ability and decent behavior. സോ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചാം ആയിരിക്കണം, അതുപോലെ തന്നെ ചീർഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല കോൺവെർസേഷൻ എബിലിറ്റീസ്, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഉണ്ടാവണം. എയ്ത്ത് വൺ ഈസ് ഒബ്ജക്റ്റിവിറ്റി. എ ഗുഡ് ലീഡർ ഷുഡ് ബി ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻ ഡീലിംഗ് വിത്ത് സബോർഡിനേറ്റ്സ്. ഹി മസ്റ്റ് ബി ഫ്രീ ഫ്രം ബയാസ് ആൻഡ് പേഴ്സണൽ പ്രെജുഡീസ്. സോ ഹ്യൂമൻ ബീയിങ്സിന് ഒരു മുൻവിധികളും ചായ്വൊക്കെ ഉണ്ടാകും ഓരോ കാര്യത്തിനോടും അല്ലെങ്കിൽ ഓരോ ആൾക്കാരോടും. അതൊക്കെ ഒഴിവാക്കിയിട്ട് സബോർഡിനേറ്റ്സുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ ഫെയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നയൻത്ത് വൺ ഈസ് എംപതി. ദി ലീഡർ മസ്റ്റ് ഹാവ് ദി എബിലിറ്റി ടു സീ തിങ്സ് ഫ്രം അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഡിഫറെൻറ്റ് പീപ്പിൾസിന് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ ആയിരിക്കും ഉണ്ടാവുക. സോ അതെല്ലാം നോക്കിക്കാണാനായിട്ട് ലീഡർക്ക് പറ്റണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. 10th one is responsibility. A leader should be a responsible person and must be willing to assume responsibility for the consequences. So ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. അയാൾ ചെയ്ത എന്തെങ്കിലും ആക്ഷൻ റോങ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ചാൽ അത് ഫേസ് ചെയ്യാൻ തയ്യാറാവണം. അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാനും തയ്യാറാവണം. 11th one is emotional stability. A leader should have a balance in temperament and emotion. He is able to overcome moodiness, inconsistency and disappointment. സോ ഒരു ലീഡർക്ക് അയാളുടെ സ്വഭാവവും ഇമോഷൻസും ഒക്കെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റണം. എങ്കിലാണ് മൂഡിനെസ്സും ഇൻകൺസിസ്റ്റൻസിയും ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഫെയിലിയർ ഒക്കെ വരികയാണെങ്കിൽ ഓവറായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവാതെ, സക്സസ് വരുമ്പോൾ ഓവറായിട്ട് എൻജോയ് ചെയ്യാതെ ഒരു സ്റ്റേബിളായിട്ട് തന്നെ എല്ലാം കൊണ്ടുപോകണം. ലാസ്റ്റ് വൺ ഈസ് ടാക്റ്റ്. He should have the ability to deal problems of subordinates tactfully. തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം സബോർഡിനേറ്റ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒരു ലീഡർ ഡീൽ ചെയ്യാൻ. നെക്സ്റ്റ് മാനേജീരിയൽ ട്രൈറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് ടെക്നിക്കൽ നോളജ്. എ ലീഡർ ഷുഡ് possess technical knowledge to undertake the activities of the business enterprises. സോ ഒരു ലീഡർക്ക് ഒരു ഓർഗനൈസേഷൻ നടക്കുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല നോളജ് വേണം. അതായത് സബോർഡിനേറ്റ്സിനെക്കാട്ടിലും കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ സബോർഡിനേറ്റ്സിന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ലീഡർക്ക് സാധിക്കുകയുള്ളൂ. സെക്കൻഡ് വൺ ഈസ് ഓർഗനൈസിങ് എബിലിറ്റി. ഹീ ഷുഡ് ഹാവ് ഓർഗനൈസേഷണൽ എബിലിറ്റി ടു കോർഡിനേറ്റ് ദി എഫേർട്സ് ഓഫ് അതേഴ്സ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ്. He should have the capability of bringing together material and human resources in best possible manner. സോ നല്ലൊരു ഓർഗനൈസിങ് എബിലിറ്റി ആ ലീഡർക്ക് ഉണ്ടാവണം. ആ ഓർഗനൈസേഷനിലത്തെ എല്ലാ കാര്യങ്ങളും കൂടെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ലീഡർക്ക് പറ്റണം. പല സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പല എംപ്ലോയീസ് പല രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ലീഡർക്ക് സാധിക്കണം. Last one is ability to deal with the people. A leader's function is to manage people. The leader should have insight into psychological problems of human relationship. സോ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിളിനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ലീഡർക്ക് പറ്റണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്. First one is motivating employees. Motivation and leadership are related process. In motivation, they stimulate employee to work hard in the organization with rewards or incentives. And leadership means influence people to work. മോട്ടിവേഷനിൽ നമ്മൾ റിവാർഡൊക്കെ കൊടുത്തിട്ട് ഓരോരുത്തരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. പക്ഷേ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റിവാർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ഇൻഫ്ലുവൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. സോ അതും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കും. സെക്കൻഡ് വൺ ഈസ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. എ ലീഡർ കോർഡിനേറ്റ് ദി എഫേർട്സ് ഓഫ് എംപ്ലോയീസ് എഫക്റ്റീവ്ലി സോ ആസ് ടു ഗെറ്റ് ഹയസ്റ്റ് പ്രൊഡക്ഷൻ വിത്ത് മിനിമം ഹ്യൂമൻ കോസ്റ്റ്. നമ്മൾ ലീഡറിൻ്റെ ക്വാളിറ്റി പഠിച്ച ടൈമിൽ ഓർഗനൈസിങ് എബിലിറ്റീനെ കുറിച്ച് പറഞ്ഞിരുന്നു.
എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ലീഡർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു ലീഡർക്ക് സാധിക്കും. അതുപോലെ തന്നെ അതിലൂടെ ഹയസ്റ്റ് പ്രൊഡക്ഷൻ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യാനായിട്ടും പറ്റും. തേർഡ് വൺ ഈസ് ക്രിയേറ്റിംഗ് കോൺഫിഡൻസ്. എ ഗുഡ് ലീഡർ ഈസ് ഏബിൾ ടു ക്രിയേറ്റ് കോൺഫിഡൻസ് എമംഗ് ഹിസ് ഫോളോവേഴ്സ് ബൈ ഗിവിംഗ് ഡയറക്ഷൻസ്, ഗൈഡൻസ് ആൻഡ് അഡ്വൈസ് ടു ദം. ഇൻ ദിസ് വേ ഹി ഈസ് ഏബിൾ ടു അറ്റൈൻ ബെസ്റ്റ് റിസൾട്ട്സ് ത്രൂ ദി എംപ്ലോയീസ്. സോ ഒരു ലീഡർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ അയാൾക്ക് മറ്റുള്ള എംപ്ലോയീസിന് നല്ല കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എംപ്ലോയീസ് കോൺഫിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല റിസൾട്ട് അവരിൽ നിന്ന് കിട്ടും. അങ്ങനെ ഓർഗനൈസേഷന് മൊത്തത്തിലുള്ള റിസൾട്ട് എംപ്ലോയീസിൽ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ ലീഡർഷിപ്പിലൂടെ സാധിക്കും. Fourth one is build morale. A good leader can raise morale of employees. High morale lead to high productivity and organizational stability. ഒരു നല്ല ലീഡർക്ക് എംപ്ലോയീസിൻ്റെ മൊറാലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. എംപ്ലോയീസിന് ഓർഗനൈസേഷന് വേണ്ടി കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ഡിസിപ്ലിൻ ആയിട്ട് തന്നെ എംപ്ലോയീസ് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ മൊത്തത്തിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. നെക്സ്റ്റ്, ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. A group cannot work without an efficient leadership. The leader is the person who can consolidate the efforts of the group towards the goal. സോ ഒരു ലീഡർ ഇല്ലാതെ ഒരിക്കലും നമുക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി നടത്താനായിട്ട് പറ്റില്ല. ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷൻ തന്നെ ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്. സോ അവിടെ എന്തായാലും ഒരു ലീഡർ വേണം. അപ്പോൾ അവിടെ ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലീഡർ ആയിരിക്കും അവരുടെ മൊത്തത്തിലുള്ള എഫേർട്ടൊക്കെ കൺസോളിഡേറ്റഡ് ചെയ്തിട്ട് ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്. Last one is develop good human relations. A leader promotes self-confidence among employees. It creates an environment of good human relations which increases the productivity of the organization. സോ ഒരു ലീഡറും അയാളുടെ ഫോളോവേഴ്സിനൊക്കെ ഉള്ളത് ഒരു കോമൺ ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിരിക്കും. സോ എല്ലാവരുടെയും ഒബ്ജക്റ്റീവ് ഒക്കെ സെയിം ആയത് കാരണം അത് കൂട്ടത്തോടെ അച്ചീവ് ചെയ്യാനായിരിക്കും അവർ നോക്കുക. അതുപോലെ തന്നെ ആ ലീഡർ എല്ലാവരിലും ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ സ്വമേധയാ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ നല്ലൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൊത്തത്തിൽ ആ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും.